ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മളൊരു പച്ചില ജ്യൂസാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇലകളൊക്കെയും തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഇലകളാണ്. അതുപോലെ തന്നെ ഈ ഇലകൾക്ക് ഒരുപാട് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ന്യൂമറസ് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജ്യൂസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ ഉപയോഗം മൂലം നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ യൂസ് വളരെ ഒരുപാട് നമുക്ക് 1% വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ കൂടുതൽ പേരും ഒരു പനിയോ ജലദോഷമോ വന്നാൽ ഉടൻ തന്നെ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പതിവായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ നമുക്കത് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും നമുക്ക് പിന്നെ എന്ത് മരുന്ന് കഴിച്ചാലും നമുക്ക് പിടിക്കാതെ, അതായത് ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തോട് പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തുള്ള കുറച്ച് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ആയുർവേദിക് ഇലകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ലതാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ മിക്ക കുട്ടികൾക്കും ഉണ്ടാകാറുണ്ടല്ലോ ജലദോഷം, പനി, ഇടവിട്ടുള്ള ചുമ, കഫം, ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഇല കൊണ്ടുള്ള ജ്യൂസ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ്. അത് ഞാൻ ഓൾറെഡി ആദ്യം നിങ്ങളെ കാണിച്ചു തന്നു. ആ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല. അതേപോലെ തന്നെ തുളസിയുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പനി, അതായത് ആൻറ്റിപയററ്റിക് ആയിട്ട് നമുക്ക് തുളസി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ തുളസി നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ കൂട്ടാൻ ഈ തുളസിയുടെ ഇല ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലകളും, അതായത് പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും ഇതിൻ്റെ അകത്ത് ഇത് ആൻറ്റിപയററ്റിക് ആണ്. അതുപോലെ തന്നെ ഒരു അനാൾജസിക് കൂടിയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളെ കുറയ്ക്കാനും ഈ ഇലകൾ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പനി, ചുമ, പിന്നെ നമ്മുടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് ശ്വാസതടസ്സം, അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. അത് ശ്വാസതടസ്സമല്ല, ചിലർക്ക് നല്ലപോലെ ശ്വാസം വിടാനും ശ്വാസത്തിന് എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ല റെസ്പിറേറ്ററി ഡിസോർഡർ, ആസ്മ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ തുളസിയുടെ ഇല ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ സ്ട്രെസ്സും പ്രഷറും ഒക്കെ കുറയ്ക്കാൻ ഒത്തിരി നല്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് കീഴാർനെല്ലിയുടെ ഇല കൂടി ചേർത്തിട്ടുണ്ട്. കീഴാർനെല്ലിയുടെ ഇല എന്ന് പറഞ്ഞാൽ അതിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മെയിനായിട്ട് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കീഴാർനെല്ലിക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുടി വളരാൻ, പിന്നെ ഇൻഫ്ലമേറ്ററി പ്രോസസ്, പ്രത്യേകിച്ച് പനിയൊക്കെയുള്ള സമയത്ത് നമുക്കിത് അതുപോലെ വയറ്റിലുണ്ടാകുന്ന അൾസറിന്, പിന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ, ഹെപ്പറ്റൈറ്റിസ് ബി, കിഡ്നി സ്റ്റോൺസിന്, ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ കീഴാർനെല്ലിയുടെ ഇല കൊണ്ടുള്ളത്. ഇത് ഒരുപാട് അങ്ങ് യൂസ് ചെയ്യൽ, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രോബ്ലം വരത്തില്ല. ഒരളവിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. നമുക്ക് കുറച്ച് ഇതേപോലെ ഒരു 3-4 ഇലകളൊക്കെ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്, അതേപോലെ ഞങ്ങളും കുടിക്കാറുണ്ട്. അപ്പം ഞാനൊരു 3 ഇലയാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തന്നെ ഒരു 3-4 നമ്മുടെ തുളസി ഇല, പിന്നെ ഒരു കുറച്ച് കീഴാർനെല്ലിയുടെ, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2-3 അതിൻ്റെ ആ ഒരു തണ്ട്, നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു ഇലയുടെ തണ്ട് എടുക്കുന്ന പോലെ 2-3 തണ്ടാണ് എടുത്തേക്കുന്നത്. ഇത്രയും കൂടെ കുറച്ച് വെള്ളം ചെറിയ വാം വാട്ടറിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുക്കുക. നല്ല ജ്യൂസ് പരുവത്തിന് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് നമ്മൾ ഓർക്ക് ഇതൊരു കയ്പ്പായിരിക്കും, ടേസ്റ്റ് ഇല്ല, അതെങ്ങനെ കുടിക്കുമെന്ന്. പക്ഷേങ്കിൽ ഇതിൽ വളരെ നല്ലൊരു ജ്യൂസാണ്. ഇതേപോലെ കുടിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോഴിരിക്കുന്നത്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ജ്യൂസ് പരുവത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ നമുക്കങ്ങ് കുടിക്കാൻ പറ്റും. ഇതേപോലെ കുടിക്കാൻ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു അത്ര ഈസി ആയിട്ട് നമുക്കങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഹണി, അഥവാ നമ്മുടെ തേന്, നല്ല നാച്ചുറൽ വൈൽഡ് തേനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കാട്ടുതേനെന്ന് പറയുന്ന അതാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതൊരു 2 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അതായത് 2 സ്പൂണൊന്നും ഒഴിക്കണമെന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. തേനാണ് ഏറ്റവും നല്ലത്. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിൽ എനിക്കിഷ്ടപ്പെട്ടത് തേൻ കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ
നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസിയായി തന്നെ ഇത് കുടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം പനി, ജലദോഷം, ചുമ ഇതൊന്നും വരാതിരിക്കാൻ ഇതൊരു നല്ലൊരു ഹോം റെമഡിയാണ്. വരാതിരിക്കാൻ ഒരു പ്രിവെൻഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിലും നല്ലത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ലോ ഇങ്ങനത്തെ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ നേരത്തെ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കി ഇരിക്കുന്നതെന്നും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ജ്യൂസിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രീൻ ജ്യൂസാണ്. ഇത് ഒരുപാട് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജ്യൂസാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.